ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഫെബ്രുവരി 14, 2026 സെബിയുടെ രണ്ട് നിയമങ്ങളെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ റീലിൽ പറഞ്ഞിരുന്നു. ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തത് ETF ബന്ധപ്പെട്ട സെബി കൺസിഡർ ചെയ്യുന്ന ഒരു നിയമമാണ്. ETF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോക്കുകളെ പോലെ തന്നെ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്. അപ്പോൾ ഒരു ETF-ൽ തന്നെ ഒരുപാട് സ്റ്റോക്കുകളോ ഒരുപാട് കമ്പനികളുടെ ഓഹരികളോ ഉൾപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സെബി ഫോളോ ചെയ്യുന്നത്, അതായത് ഇന്ന് രാവിലെ ട്രേഡിംഗ് തുടങ്ങുന്ന സമയത്ത് ആ ETF-ന്റെ പ്രൈസ് എന്തായിരിക്കണം എന്നുള്ളതാണ്. അതൊരു കമ്പനിയുടെ പ്രൈസ് പോലെയല്ല, അത് ഒരുപാട് ഓഹരികളുടെ പ്രൈസിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഒരു പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെബി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ട്രേഡിംഗ് ഡേ, അതായത് ഇന്നാണെങ്കിൽ ഇന്നത്തെ മുതൽ 2 ദിവസം മുമ്പേ ഉള്ള ക്ലോസിങ്ങിലുള്ള പ്രൈസ് എത്രയാണോ ഈ ഓഹരികളുടെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ NAV അല്ലെങ്കിൽ ഇതിൻ്റെ ട്രേഡിംഗ് പ്രൈസ് നിശ്ചയിച്ചിരുന്നത്. അതായത് 2 ദിവസം മുമ്പുള്ള പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ട്രേഡിംഗ് നടക്കുന്നത് ETF-ൽ. അത് കുറച്ച് പഴയ കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം, ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും വലിയ ചാഞ്ചാട്ടമാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സെബി പറഞ്ഞിരിക്കുന്നത് 2 ദിവസം മുമ്പ് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം, അതായത് തൊട്ട് ദിവസത്തെ ക്ലോസിങ്ങിനനുസരിച്ച് നമുക്ക് പ്രൈസ് ഡിസ്കവർ ചെയ്യുന്ന ഒരു സിസ്റ്റം വേണമെന്നുള്ളതാണ് സെബിയുടെ ഇപ്പോഴത്തെ അഭിപ്രായം. അത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ, അല്ലെങ്കിൽ അത് കൂടുതൽ കാര്യമായിട്ടുള്ളൊരു നിയമം തന്നെയാണ്. അപ്പോൾ അത് ആ പ്രൈസ് എങ്ങനെ വേണമെന്നുള്ളതാണ്. ആ കഴിഞ്ഞ ദിവസത്തെ പ്രൈസിങ് എന്ന് പറയുന്നത് അവസാനത്തെ മണിക്കൂറുകളിൽ, അവസാനത്തെ 30 മിനിറ്റ്സിൽ നടത്തിയിരിക്കുന്ന ക്ലോസിംഗ് പ്രൈസ് ഒന്നുകിൽ, അല്ലെങ്കിൽ അവസാനത്തെ 30 മിനിറ്റ്സിലെ ഹൈ ഇൻട്രാഡേ പ്രൈസ്, അല്ലെങ്കിൽ അവസാനത്തെ 30 മിനിറ്റിലെ NAV ഏതാണോ അതിലേത് മൂന്നാണോ വേണ്ടത്, അതിലേതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ആ പ്രൈസിലായിരിക്കണം പിറ്റേത്തെ ദിവസം ട്രേഡിംഗ് ആരംഭിക്കേണ്ടത്. ഇതാണുള്ളത്. രണ്ടാമത്തത് ഈ ETF-കളുടെ പ്രൈസ് ബാൻഡാണ്. ഇപ്പോഴത്തെ ETF-കളുടെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 20%. അതായത് ഒരു ETF-ന് മാക്സിമം 20% വരെ മുകളിലോട്ടും 20% വരെ താഴോട്ടും പോകാനുള്ള സാധ്യതകളാണ് അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം അത്രയും വലിയ രീതിയിലൊന്നും വരുന്നില്ല. കാരണം മാക്സിമം ഒരു 10%-നുള്ളിലാണ് ETF-കളുടെ പ്രൈസുകൾ എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൊണ്ട് ഈ 20%-ൽ നിന്നും 10% കുറക്കുക എന്നുള്ളതാണ് സെബിയുടെ രണ്ടാമത്തെ നിർദ്ദേശം. അതിൽ തന്നെ ഗോൾഡും സിൽവറിലും ETF-ലൊക്കെ തന്നെ ഇപ്പോൾ വളരെയേറെ ചാഞ്ചാട്ടമുണ്ട്. അതിൽ ഒരു 6% നിർത്തുക. പിന്നീട് ആവശ്യമാണെങ്കിൽ 3% വെച്ചിട്ട് ബ്രേക്കർ വെച്ച് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, മറ്റുള്ള ETF-കളിൽ 10% എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള ഇത് വരികയാണെങ്കിൽ, അപ്സൈഡ് വരികയാണെങ്കിൽ ഒരു 15 മിനിറ്റത്തേക്ക് ട്രേഡിംഗ് ഹോൾട്ട് ചെയ്തുകൊണ്ട് പിന്നീട് ട്രേഡിംഗ് കൂൾ ഓഫ് ചെയ്തതിന് ശേഷം പുനരാരംഭിക്കുക എന്നുള്ളൊരു സിസ്റ്റവും സെബി ആലോചിക്കുന്നു. ഇപ്പോഴിത് നിയമമായിട്ടില്ല, പക്ഷേ മാർച്ച് 6, 2026 വരെ ഇതിന് കൺസൾട്ടേഷൻ പേപ്പർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് അഭിപ്രായം പറയാം, ബ്രോക്കേഴ്സും മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഇത് നിയമമായിട്ട് സെബി കൊണ്ടുവരാൻ സാധ്യത. ഏതായാലും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ